Hello everyone, welcome to our YouTube channel Knowledge Junction Learn with Sweetie. ഉദാരവൽക്കരണ നയങ്ങളിലൂടെ ഇന്ത്യയുടെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറയിട്ട മുൻ പ്രധാനമന്ത്രിയും സാമ്പത്തിക വിദഗ്ധനുമായ ഡോക്ടർ മൻമോഹൻ സിംഗിനെ കുറിച്ചാണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ. 1932 സെപ്റ്റംബർ 26 ഇപ്പോൾ പാകിസ്ഥാനിലെ പഞ്ചാബിൻ്റെ ഭാഗമായ ഗാഹ് ഗ്രാമത്തിലായിരുന്നു മൻമോഹൻ സിംഗിൻ്റെ ജനനം. വിഭജനശേഷം കുടുംബം അമൃത്സറിലേക്ക് കുടിയേറി. കേംബ്രിഡ്ജിലും ഓക്സ്ഫോർഡിലും ഉപരിപഠനം നടത്തിയ അദ്ദേഹം കേന്ദ്ര ധന സെക്രട്ടറി, റിസർവ് ബാങ്ക് ഗവർണർ, ആസൂത്രണ കമ്മീഷൻ ഉപാധ്യക്ഷൻ തുടങ്ങിയ പദവികൾ വഹിച്ചതിനു ശേഷമാണ് കേന്ദ്ര ധനമന്ത്രിയായി മാറിയത്. 1991 ഹ്രസ്വകാലം UGC ചെയർമാനുമായി. 1998-2004 കാലത്ത് രാജ്യസഭാ പ്രതിപക്ഷ നേതാവായ മൻമോഹനെ അന്നത്തെ രാഷ്ട്രീയ പ്രവചനങ്ങളെല്ലാം മറികടന്ന് 2004 കോൺഗ്രസ് അധ്യക്ഷ സോണിയാഗാന്ധി പ്രധാനമന്ത്രി പദവിയിലേക്ക് നിർദ്ദേശിച്ചു. 1987 രാജ്യം പത്മവിഭൂഷൺ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. ഇനി ഡോക്ടർ മൻമോഹൻ സിംഗിൻ്റെ ജീവിതരേഖ വളരെ ചുരുങ്ങിയ പോയിന്റുകളിൽ നമുക്ക് കാണാം. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അദ്ദേഹം 1932 സെപ്റ്റംബർ 26 ജനിച്ചു. 1948 പഞ്ചാബ് സർവകലാശാലയിൽ നിന്ന് മെട്രിക്കുലേഷൻ പാസ്സായി. 57 കേംബ്രിഡ്ജിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ ഫസ്റ്റ് ക്ലാസ് ഓണേഴ്സ് ബിരുദം നേടി. 1962 ഓക്സ്ഫോർഡിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ DPhil എന്ന ഡിഗ്രി നേടി. 1971 വാണിജ്യ മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി മാറി. 72 ധന മന്ത്രാലയത്തിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി. 76 ധനമന്ത്രാലയത്തിൻ്റെ സെക്രട്ടറി പദത്തിലെത്തിച്ചേർന്നു. 1982 മുതൽ 85 വരെ റിസർവ് ബാങ്ക് ഗവർണർ. 1991 UGC ചെയർമാൻ. 91 PV നരസിംഹറാവു മന്ത്രിസഭയിൽ ധനമന്ത്രിയായി. 91 തന്നെ അസമിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തിച്ചേർന്നു. 98 രാജ്യസഭയിലെ പ്രതിപക്ഷ നേതാവായി. 99 ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ തോൽവി. 2004 മുതൽ 2014 വരെ UPA സർക്കാരിൽ പ്രധാനമന്ത്രി. 19 മുതൽ 2024 വരെ രാജ്യസഭാ അംഗം. രാജ്യത്തെ നവീകരിച്ച പരിഷ്കാരങ്ങൾ. ഉദാരവൽക്കരണ നയത്തിൻ്റെ ശില്പി. വർഷം 1991. ലൈസൻസ് രാജ് അവസാനിപ്പിച്ചു 1991. 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി കൊണ്ടുവന്നു. 2005 തന്നെ നാഷണൽ റൂറൽ ഹെൽത്ത് മിഷൻ ആരംഭിച്ചു. ഇതേ വർഷം വിവരാവകാശ നിയമം അവതരിപ്പിച്ചു. 2009 വിദ്യാഭ്യാസ അവകാശ നിയമം അവതരിപ്പിച്ചു. ഒന്നുകൂടി ജീവിതരേഖ നമുക്കൊന്ന് കണ്ടു നോക്കാം. 1932 സെപ്റ്റംബർ 26 പഞ്ചാബ് പ്രവിശ്യയിലെ ഗാഹിൽ ജനനം. വിഭജനശേഷം കുടുംബം ഇന്ത്യയിലേക്ക് എത്തി. പഞ്ചാബ് യൂണിവേഴ്സിറ്റി, കേംബ്രിഡ്ജ്, സെൻറ് ജോൺസ് കോളേജ്, ഓക്സ്ഫോർഡിലെ നഫീൽഡ് കോളേജ് എന്നിവിടങ്ങളിൽ പഠനം. 1957 സാമ്പത്തിക ശാസ്ത്രത്തിൽ കേംബ്രിഡ്ജിൽ നിന്ന് ഫസ്റ്റ് ക്ലാസ് ഓണേഴ്സ് ബിരുദം. 62 ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് സാമ്പത്തിക ശാസ്ത്രത്തിൽ PhD. 1966-69 വർഷങ്ങളിൽ ഐക്യരാഷ്ട്ര സംഘടനയിൽ പ്രവർത്തിച്ചു. 1972
ധനമന്ത്രാലയത്തിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവായി മാറി. ധനമന്ത്രാലയ സെക്രട്ടറി, പ്ലാനിംഗ് കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, റിസർവ് ബാങ്ക് ഗവർണർ, പ്രധാനമന്ത്രിയുടെ ഉപദേഷ്ടാവ്, യൂണിവേഴ്സിറ്റി ഗ്രാൻഡ് കമ്മീഷൻ ചെയർമാൻ തുടങ്ങിയ പദവികൾ അലങ്കരിച്ചു. 91 മുതൽ 96 വരെ കേന്ദ്ര ധനമന്ത്രി. അദ്ദേഹത്തിൻ്റെ സാമ്പത്തിക പരിഷ്കരണങ്ങൾ ലോകമെമ്പാടും അംഗീകരിക്കപ്പെട്ടു. 1991 മുതൽ രാജ്യസഭാ അംഗം, 1998 മുതൽ 2004 വരെ രാജ്യസഭയിൽ പ്രതിപക്ഷ നേതാവ്. അദ്ദേഹത്തിൻ്റെ പദവികളെക്കുറിച്ച് നോക്കാം. കേന്ദ്ര ധനവകുപ്പിൽ മുഖ്യ സാമ്പത്തിക ഉപദേഷ്ടാവ്, റിസർവ് ബാങ്ക് ഡയറക്ടർ, റിസർവ് ബാങ്ക് ഗവർണർ, കേന്ദ്ര ആസൂത്രണ കമ്മീഷൻ ഡെപ്യൂട്ടി ചെയർമാൻ, ജനീവയിലെ സൗത്ത് കമ്മീഷൻ സെക്രട്ടറി ജനറൽ, പ്രധാനമന്ത്രിയായിരുന്ന നരസിംഹ റാവുവിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവ്, UGC ചെയർമാൻ. രാഷ്ട്രീയ ജീവിതം. അസമിൽ നിന്നുള്ള കോൺഗ്രസിൻ്റെ രാജ്യസഭാ അംഗം 1991. 1991-96 കാലയളവിൽ നരസിംഹറാവു സർക്കാരിൽ കേന്ദ്ര ധനമന്ത്രി, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, ആദ്യ UPA സർക്കാരിൽ പ്രധാനമന്ത്രി, തുടർച്ചയായി 2ാം തവണയും പ്രധാനമന്ത്രി, വർഷം 2009 മുതൽ 2014 വരെ. രാജ്യസഭയിൽ നിന്ന് 2024 പടിയിറങ്ങി. അദ്ദേഹത്തിന് ലഭിച്ച അംഗീകാരങ്ങൾ: പത്മവിഭൂഷൺ 1987, മികച്ച ധനമന്ത്രിക്കുള്ള ഏഷ്യ മണി അവാർഡ് 1993-94 വർഷങ്ങളിൽ അദ്ദേഹം കരസ്ഥമാക്കി. മികച്ച ധനമന്ത്രിക്കുള്ള യൂറോ മണി അവാർഡ് 1993. ടൈം മാഗസിൻ്റെ 100 മോസ്റ്റ് ഇൻഫ്ലുവൻഷ്യൽ പീപ്പിൾ ഇൻ ദി വേൾഡ് പട്ടികയിൽ 2005, 2010 എന്നീ വർഷങ്ങളിൽ സ്ഥാനം പിടിച്ചു. അദ്ദേഹത്തിൻ്റെ കുടുംബം: ഭാര്യ ഗൂർശരൺ കൗർ, മക്കൾ ഉപീന്ദർ സിംഗ്, ഡൽഹി സർവകലാശാല ചരിത്ര അധ്യാപിക, ദാമൻ സിംഗ് എഴുത്തുകാരി, അമൃത് സിംഗ് അമേരിക്കൻ സിവിൽ ലിബർട്ടി യൂണിയനിൽ ജോലി ചെയ്യുന്നു. താങ്ക് യു.